ഹായ് ഓൾ. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ഓൾറെഡി കണ്ടപ്പോൾ തന്നെ ഒരു മാറ്റം തോന്നിയിട്ടുണ്ടായിരിക്കും. ന്യൂ ഇയറിന് ഞാൻ കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൊരെണ്ണമായിരുന്നു നമ്മൾ എവിടെ പോകുന്നോ ആ ഒക്കേഷന് അക്കോർഡിംഗ് ആയിട്ട് ഡ്രസ്സ് ധരിക്കുക, എപ്പോഴും നീറ്റായിട്ട് പോകണം എന്നുള്ള. അപ്പം ഞാനത് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഇന്ന് ഡ്യൂട്ടിക്ക് വന്നിരിക്കുന്ന ഒരു ഗെറ്റപ്പാണിത്. ഇന്ന് ഞാൻ ഇങ്ങനെയൊന്നുമല്ല, നിങ്ങൾ കാണുന്ന പോലൊക്കെ തന്നെയാണ് സാധാരണ എപ്പോഴും പോകാറുള്ളത്. എന്നെ നേരിട്ട് കണ്ടിട്ടുള്ളവർക്കും അറിയായിരിക്കും. അപ്പോൾ അതൊരു തുടക്കമായിക്കോട്ടെ എന്ന് കരുതി. പിന്നെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിൻ്റെ ഭാഗമാണ് എപ്പോഴും നമ്മൾ എങ്ങനെ സ്മെല്ല് ചെയ്യുന്നു, എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ അപ്പിയർ ചെയ്യുന്നു എന്നുള്ളതൊക്കെ. അപ്പോൾ എല്ലാവർക്കും അത് ഫോളോ ചെയ്യാവുന്നതാണ്. ഞാനൊരു സൺസ്ക്രീനൊക്കെ വാങ്ങി, മോയ്സ്ചറൈസറൊക്കെ വാങ്ങി, എന്നിട്ട് അതൊക്കെ ഇടണം എന്ന് വിചാരിക്കുന്നു. പിന്നെ എപ്പോഴും നമുക്ക് എപ്പോഴെങ്കിലും നമ്മുടെ ലുക്കിനെ പറ്റി ഒരു കോൺഷ്യസ് ആയിട്ട് നമ്മളിരിക്കുന്ന ഒരു കാര്യം കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം അത് കൈയാണ്. കൈ എന്ന് പറയുമ്പോൾ കുറച്ച് എൻ്റെ ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് അതെനിക്കൊരു അണ്ടർ കോൺഫിഡൻസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിനുള്ള ലോഷൻ എന്താണെന്നൊക്കെ കണ്ടുപിടിച്ചപ്പോൾ ഏറ്റവും നല്ല വെളിച്ചെണ്ണ തന്നെയാണെന്ന് പറയുന്നത്. അപ്പോൾ അത് ബേസ്ഡായിട്ട് മഞ്ചട്ടിക്കോലും പിന്നെ രക്തചന്ദനമൊക്കെ ചേർത്തിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ടൊരു ഓയിൽ ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാനും ഉപയോഗിച്ച് തുടങ്ങാൻ തുടങ്ങി. ഇപ്പം 3 ദിവസമായിട്ടുണ്ടല്ലോ, ജനുവരി 3 അപ്പോൾ 3 ദിവസമായിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല മാറ്റം തോന്നി. ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ട്. എന്തേ വൈകിപ്പോയി എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എല്ലാവരും അവരവരുടെ ഗോൾസൊക്കെ എഴുതി പ്രിപ്പയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിൽ പറയാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഞാൻ മെയിനായിട്ടൊരു 4 ബുക്സ് ആക്കിയിട്ടാണ് അതിനെ മാറ്റിയിട്ടുള്ളത്. പ്രധാനപ്പെട്ട കാര്യം, ഞാൻ 2025 വായിച്ച ഒരു ബുക്കാണ് മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് പറയുന്നൊരു കാര്യമുണ്ട്, നമ്മൾ എന്താണ് പ്രകൃതിയോട് നമുക്ക് തരാൻ ആവശ്യപ്പെടുന്നത് അതാണ് പ്രകൃതി നമുക്ക് തരുന്നത്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എപ്പോഴും ചിന്തിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ആയിപ്പോയാലോ, ഞാൻ എന്ത് ചെയ്യും, അതിനെപ്പറ്റിയാണ് നമ്മൾ ചിന്തിക്കുന്നത്, വറീഡ് ആവുന്നതെങ്കിൽ അത് മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. കാരണം അറിഞ്ഞോ അറിയാതെയോ പ്രകൃതിയോട് നമുക്ക് അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജ് അതാണ്. അപ്പോൾ അതാണ് ഫസ്റ്റ് മാനിഫെസ്റ്റ്. ആ ബുക്കിനെ പറ്റിയാണ് ഞാൻ ആദ്യം പറയുന്നത്. മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് ഞാനൊരു ബുക്ക് തന്നെ എടുത്തു. അതിൽ മാനിഫെസ്റ്റ് എന്നാണ് ഞാൻ ഈ ബുക്കിന് പേരിട്ടിരിക്കുന്നത്. ഇതാണ് ഫസ്റ്റത്തെ കാര്യം. അപ്പോൾ ഈ കാര്യങ്ങൾ, ഗോളെല്ലാം നമ്മൾ അച്ചീവ് ചെയ്ത് നമ്മൾ എന്തായിട്ടാണ് ഇരിക്കുന്നത് അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യണം. മാനിഫെസ്റ്റ് ചെയ്ത് നമുക്ക് എത്രത്തോളം നന്നായിട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് അത് വിശ്വസിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ വിശ്വസിക്കുക, നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുക. അത് നേടാൻ വേണ്ടി അത് നമുക്ക് കിട്ടും, ഉറപ്പിച്ച കാര്യമാണ്, നമുക്കത് കിട്ടും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടി നമ്മളുടെ പാത്രം നമ്മൾ വലുതാക്കുക. അത് മേടിക്കാൻ വേണ്ടിയുള്ള കണ്ടെയ്നർ നമ്മൾ ആക്കിയെടുക്കുക നമ്മളെ സ്വയം. നമ്മൾ എത്രത്തോളം നന്നായിട്ട് വിശ്വസിക്കുന്നോ അത്രത്തോളം നമുക്കത് നേടിയെടുക്കാനുള്ള പ്രാപ്തി ഉണ്ടാകും. അപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നതിന് ഒരു എക്സാമ്പിൾ എന്തെങ്കിലും പറയാം. ആർക്കെങ്കിലും ഒരു ജോലി വേണം എന്ന് മാനിഫെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, ഇത്ര വരുമാനമുള്ള ഒരു ജോലി വേണം എന്നാണ് നിങ്ങളുടെ ആഗ്രഹം, അതാണ് നിങ്ങളുടെ ഗോളെങ്കിൽ എങ്ങനെ മാനിഫെസ്റ്റ് ചെയ്യണം? നമ്മൾ വിശ്വസിക്കുകയാണ്, കഴിഞ്ഞ മാസം ഞാൻ 50,000 രൂപയുള്ള ഈ ജോലിക്ക് കയറി, അവിടെ എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവിടെ എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് മാസശമ്പളം കിട്ടി, ഞാൻ ഒരുപാട് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ചു, ഇഷ്ടമുള്ള രൂപ സേവ് ചെയ്തു, എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ എത്ര രൂപ ചിലവാക്കി, അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഞാനിപ്പോൾ ജോലിക്ക് പോയിട്ട് 2 മാസമായി, 2ാമത്തെ മാസവും ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു, എൻ്റെ 3ാമത്തെ മാസത്തിലോട്ടാണ് ഞാൻ കിടക്കുന്നത്. ഞാൻ വളരെ ഹാപ്പിയാണ്. എനിക്ക് കാറിന് വീടിൻ്റെ കാര്യങ്ങളൊക്കെ ലോൺ അടയ്ക്കാനൊക്കെ ഉള്ള പെട്ടെന്ന് അടച്ചു തീർക്കാനൊക്കെ ഈ വരുമാനം കൊണ്ട് എനിക്ക് സാധിക്കും. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് ജോലി കിട്ടിയത് തന്നെ ഒരു വലിയ ദൈവാനുഗ്രഹമാണ്. ഇങ്ങനെയാണ് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യേണ്ടത്. അത് നമ്മുടെ പാസ്റ്റിൽ എപ്പോഴും നമ്മളത് അച്ചീവ് ചെയ്തു, നമ്മളിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്ന ഒരു സ്റ്റേറ്റിലാണ് ഇരിക്കുന്നത് എന്നുള്ള രീതിയിൽ വേണം നമ്മളെപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യാൻ. കഴിഞ്ഞ മാസവും അതിന് മുന്നത്തെ മാസവും എനിക്ക് ആ ശമ്പളം കിട്ടി, അതുകൊണ്ട് ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ നല്ല കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു, എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പറഞ്ഞ് നമ്മളെ മനസ്സിനെ പഠിപ്പിക്കുക. അതാണ് മാനിഫെസ്റ്റിൽ മെയിനായിട്ട് വേണ്ടത്. ഇതെപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക, നമ്മുടെ കാഴ്ചപ്പാട് അങ്ങനെ ആയിരിക്കണം. നമ്മൾ അംബാനിയെ പോലെ ആകണമെന്ന് ആഗ്രഹിച്ചാൽ ഇന്നു മുതൽ, പണ്ടേ നമ്മൾ അംബാനി ആയിരുന്നു എന്നുള്ള രീതി വേണം നടക്കാൻ. എന്ന് പറഞ്ഞ് ഉള്ള പൈസയിൽ അടിച്ച് ദൂർക്കാന്നല്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുക്കുക, അത്രയും മതി. ചിലവും കാര്യങ്ങളൊക്കെ നമുക്കുള്ളതനുസരിച്ച് തന്നെ നടന്നു. ഓക്കെ, അപ്പോൾ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ബുക്കിൻ്റെ അപ്പോൾ മാനിഫെസ്റ്റ് എന്ന് പറയുന്ന ബുക്കിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, മെയിനായിട്ടുള്ള കാര്യമാണ് ഇത്. ഇനി
നമ്മൾ ഇപ്പം ഇന്ന് 3 ഞാൻ പറഞ്ഞല്ലോ. അപ്പം 4 തീയതി എന്തൊക്കെ കാര്യങ്ങൾ നടക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്, അത് 3 തീയതി എഴുതി വെക്കുക. ഇന്ന് ജനുവരി 4, ഇന്ന് ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു, ഇന്ന കാര്യങ്ങൾ ചെയ്തു എന്ന് എഴുതി വെക്കുക. അതിനായിട്ടാണ് നമുക്ക് മാനിഫെസ്റ്റേഷൻ ബുക്ക്. അപ്പോൾ ഇതെന്താണ് ചെയ്യേണ്ടത്? നാളെ നടക്കാനുള്ള കാര്യം ഇന്നാണ് നമ്മൾ എഴുതേണ്ടത്. അത് നടന്നു എന്ന രീതിയിൽ വേണം എഴുതാൻ. ഇതാണ് ഫസ്റ്റ് ബുക്ക്, മാനിഫെസ്റ്റേഷൻ ബുക്ക്. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും തലേ ദിവസം എഴുതി തീർക്കണം. ഇപ്പം നാളെ നടക്കേണ്ട കാര്യം ഇന്ന് ജനുവരി 4 എന്ന് പറയും. ഇന്ന് ജനുവരി 3 യഥാർത്ഥത്തിൽ. അപ്പോൾ നാളെ നടക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ജനുവരി 4 ഞാൻ കറക്റ്റ് സമയത്ത് റെഡിയായി, എനിക്ക് ബസ് കിട്ടി, ഞാൻ സ്കൂളിൽ പോയി, ടീച്ചറിൻ്റെ അടുത്ത് സംസാരിച്ചു, ഇന്ന കാര്യങ്ങൾ ചെയ്തു, മാനേജറിനോട് സംസാരിച്ചു, പ്രൊമോഷൻ്റെ കാര്യം സംസാരിച്ചു. എന്താണോ നമ്മൾ അന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അത് നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുക. അതാണ് മാനിഫെസ്റ്റേഷൻ ബുക്ക്. ഇത് തലേന്നാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ബുക്കാണ് ഫസ്റ്റ് വരുന്നത്. അടുത്തത് ലൈവായിട്ട് അന്നെന്ത് നടക്കുന്നു, അതാണ് റൊട്ടീൻ ട്രാക്കർ എന്ന് പറയും. നമ്മൾ ഓൾറെഡി ഗോളുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ വെയിറ്റ് കുറയ്ക്കണം എന്നൊരു ഗോൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഡയറ്റ് ചെയ്യണം. ഒരു ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് നല്ലതാണ്. അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ഫ്രൈഡ് ഫുഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നല്ല ഡയറ്റ് നല്ലതാണ്. ഒരു എക്സസൈസ് നല്ലതാണ്, അല്ലേ? അപ്പം എനിക്ക് കവിള് കുറയ്ക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഫേസ് യോഗ, അല്ല അതിനെ സംബന്ധിച്ചൊരു എക്സസൈസ്. വയറാണ് കുറയ്ക്കണമെങ്കിൽ അതിനെ സംബന്ധിച്ചൊരു എക്സസൈസ്. അങ്ങനെ എക്സസൈസ് ആവശ്യമാണ്. അപ്പം നമ്മൾ ആ ഹെൽത്ത് എന്ന ഗോളിലേക്ക് അച്ചീവ് വേണ്ടി 3 കാര്യങ്ങൾ നമ്മൾ എന്നും ട്രാക്ക് ചെയ്യുക. ഇന്ന് ഞാൻ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് കറക്റ്റായിട്ട് ചെയ്തോ, ഇന്ന് ഞാൻ കറക്റ്റായിട്ട് ഡയറ്റ് ഫോളോ ചെയ്തിട്ടുണ്ടോ, ഇന്ന് ഞാൻ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്തിട്ടുണ്ടോ. അതാണ് ഇതുപോലെ വരിക. ഇങ്ങനെ മന്ത് എഴുതുക, എന്തൊക്കെ റൊട്ടീനാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് എഴുതുക. അതിന് 31 ദിവസമാണെങ്കിൽ 31 ദിവസം കോൺ കൊടുക്കും. ലാസ്റ്റ് എത്ര നമ്മൾ അച്ചീവ് ചെയ്തു, എന്തൊക്കെ കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു എന്നുള്ളത് എഴുതുക. പിന്നെ റിലേഷൻഷിപ്പ് ഗോളാണെങ്കിൽ എന്താണ്? മാന്യമായിട്ട് പെരുമാറുക, എല്ലാവരോടും സന്തോഷമായിട്ട് സമാധാനമായിട്ട് സംസാരിക്കുക, ഡിസ്റെസ്പെക്ട്ഫുള്ളായിട്ട് സംസാരിക്കാതിരിക്കുക. എന്താണോ നമ്മൾ ചെയ്യുന്നത് അത് നമ്മൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടിക്ക് ഇടുക. നമ്മുടെ ഗോൾസിനനുസരിച്ച് വേണം ഇത് സെറ്റ് ചെയ്യാൻ. ഓരോ ഗോളും ബേസ് ചെയ്ത് മിനിമം 3 കാര്യങ്ങളെങ്കിലും നമ്മൾ റൊട്ടീനിൽ ഉൾപ്പെടുത്തണം. ഇപ്പം 6 ഗോളുള്ള ഒരാളാണെങ്കിൽ 6×3 18 കാര്യങ്ങൾ അയാൾക്ക് റൊട്ടീനിൽ ചെയ്യാനുണ്ടായിരിക്കും. അത് സംബന്ധിച്ച് ഓക്കെ. അതാണ് റൊട്ടീൻ ട്രാക്കർ. അതിനായിട്ടാണ് നമുക്ക് അടുത്ത ബുക്ക് വേണ്ടത്. അടുത്ത കാര്യം എന്താണ് നമ്മൾ പറയുന്നത്? ഡെയിലി ഗോൾ ട്രാക്കർ. ഇത് മാനിഫെസ്റ്റേഷനും ഗോൾ ട്രാക്കറും സെയിം ആണ്. ഇത് രണ്ടിനും കൂടി ഒരു ബുക്ക് എടുത്താലും മതി. പക്ഷേ എനിക്ക് ടിക്ക് ഇടുന്നത് ശരിയായിട്ട് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഗോൾ ട്രാക്കർ എന്ന് പറഞ്ഞ് വേറൊരു ബുക്ക് എഴുതിയിരുന്നത്. മറ്റേ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കഥയായിട്ടാണ് എഴുതുന്നത്. ടിക്ക് ഇടുന്ന കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗോൾസ്. അത് എഴുതി വെച്ചിട്ട് അതിൽ എത്ര എണ്ണം നമുക്ക് കറക്റ്റായിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റി എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് ഗോൾ ട്രാക്കർ നമ്മൾ വെച്ചിരിക്കുന്നത്. ഓക്കെ. അതും ആ ദിവസം വൈകിട്ട്, ആ ദിവസം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് ഗോൾ ട്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. റൊട്ടീൻ നമ്മൾ എന്തൊക്കെ ചെയ്തു എന്ന് കറക്റ്റായിട്ട് അപ്പം തന്നെ ടിക്കിട്ട് പോവുക. റൊട്ടീൻ അന്നേരം ടിക്കിട്ട് പോവുക. ഗോൾ ട്രാക്കർ ഗോൾ അച്ചീവ് ചെയ്യുമ്പോൾ ടിക്കിട്ട് പോവുക. ഓക്കെ. ഇതാണ് ഗോൾ ട്രാക്കർ. അടുത്ത 4-മത്തത് പ്രധാനപ്പെട്ടതും മറക്കാതെ ചെയ്യേണ്ടതുമായിട്ടുള്ള ഒരു ബുക്കാണ് ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ. അപ്പോൾ നമ്മൾ രാവിലെ തലേദിവസമേ നമ്മൾ മാനിഫെസ്റ്റ് ചെയ്ത് വെച്ചു കുറേ കാര്യങ്ങളൊക്കെ, എങ്ങനെയാണ് നടക്കുന്നത് എന്തുവാന്നൊക്കെ. അത് റൊട്ടീൻ ബേസ് ആയിട്ട് നമ്മൾ ചെയ്തു, അതെല്ലാം നമ്മൾ ടിക്കിട്ടു. ഗോൾസ് നമ്മൾ എത്ര അച്ചീവ് ചെയ്തു അതെല്ലാം നമ്മൾ ടിക്കിട്ടു. ഇതിനൊക്കെ എന്ത് ചെയ്യണം? നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. അപ്പോൾ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. അത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്. എല്ലാ ദിവസവും രാത്രി നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതുക. എന്നിട്ട് മാത്രമേ അടുത്ത ദിവസത്തെ പ്ലാനിങ്ങിലേക്ക് പോകാവുള്ളൂ. ഇന്ന് നമ്മൾ നല്ല നന്ദിയുള്ളവരായിട്ടിരിക്കുക. എന്താണ്? ഇന്ന് രാവിലെ എണീച്ചപ്പോൾ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റി, അതിനൊരു വലിയ അനുഗ്രഹമല്ലേ? അതിന് തൊട്ട് നന്ദി പറഞ്ഞു തുടങ്ങുക. ഡീറ്റെയിൽഡായിട്ട് നന്ദി പറയാനുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ മനസ്സിൽ കുറേയധികം കാര്യങ്ങൾ മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ പേനെടുത്ത് 1 വാക്കോ 2 വാക്കോ 3 സെൻറ്റൻസോ ആയിട്ട് നിങ്ങൾക്ക് നന്ദി പറയാം. വ്യക്തികളോട്, സാഹചര്യങ്ങളോട്, ദൈവത്തോട്, പ്രകൃതിയോട്, എന്തിനാണോ നിങ്ങൾക്ക് നന്ദി പറയാൻ താല്പര്യമുള്ളത് അതിനെല്ലാം നിങ്ങൾ നന്ദി പറയാം. ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുക. എന്നിട്ട് വേണം പ്രകൃതിയുടെ അടുത്ത് വീണ്ടും മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ. അപ്പം നിങ്ങൾ 3 മാസം എന്നാണ് പറയുന്നത് കേട്ടോ ആ ബുക്കിൽ. മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം 3 മാസം കൊണ്ട് നിങ്ങൾക്ക് ഉറപ്പായിട്ടും നടക്കും. അതായത് കണക്ട് ചെയ്ത് സംസാരിക്കുകയല്ല, എങ്കിലും പള്ളികളിലും അമ്പലങ്ങളിലും ഒക്കെ ചില നേർച്ചകളുണ്ടല്ലേ, ഇത്ര ആഴ്ച നിങ്ങളതിനു വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെ എല്ലാ തിങ്കളാഴ്ചയും മെഴുകുതിരി കത്തിക്കണം, അല്ലെങ്കിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു പ്രത്യേക പൂജ ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഒരു വ്രതം പിടിക്കണം, അങ്ങനെയൊക്കെ പറയാറില്ലേ. 21 വ്രതം നമ്മൾ മുടങ്ങാതെ പിടിക്കണം എല്ലാ തിങ്കളാഴ്ചയും. അപ്പോൾ 21 തിങ്കളാഴ്ച എന്ന് പറയുമ്പോൾ 21 ആഴ്ചയായി. ആ ഒരു സമയം കൊണ്ടൊക്കെ നമുക്ക് നല്ല ഒരു 3 മാസത്തോളം പോയി അല്ലേ, 4 മാസമൊക്കെ ആയി, 4-5 ആയി. ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ആഗ്രഹിച്ച് സാധിച്ചെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും.
അപ്പം സമയവും മാനിഫെസ്റ്റേഷനുമാണ് ഏറ്റവും പ്രധാനം. നമുക്കൊരു ധൈര്യമുണ്ട്, ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് എനിക്കത് കിട്ടും എന്നുള്ള നമ്മുടെ ഒരു മാനിഫെസ്റ്റേഷൻ ഫസ്റ്റ് കൊണ്ടുവരിക. അപ്പോൾ 2026 ഈ ചിന്തകളൊക്കെ നിങ്ങൾ നല്ല പ്രാക്ടിക്കലി കൊണ്ടുവന്ന് നല്ലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടാകട്ടെ. മുഖത്ത് ഉള്ളിൽ നിന്നൊരു ചിരി എല്ലാവർക്കും ഉണ്ടാകാൻ സാധിക്കട്ടെ. ഏത് പ്രതിസന്ധിയിലും നല്ല രീതിയിൽ മനോധർമ്മത്തോടു കൂടി അതിനെ നേരിടാൻ, മനോധൈര്യത്തോടു കൂടി ധർമ്മത്തോടു കൂടി അതിനെ നേരിടാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.